പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി.ജെ.പിയുടെയും മുഖംമൂടി വലിച്ചുകീറി എന്ന് തന്നെ നമുക്ക് പറയാം. രാഹുൽ ഉന്നയിച്ച വിഷയങ്ങളും വാക്കുകളുടെ മൂർച്ചയും പ്രതിരോധിക്കാൻ നരേന്ദ്രമോദിക്ക് സ്വന്തം ഇരിപ്പിടത്തിൽ നിന്ന് പലവട്ടം എണീക്കേണ്ടി വന്നു. കൂടാതെ അമിത്ഷാ, രാജ്നാഥ് സിംഗ് എന്നിവരും കച്ചകെട്ടിയിറങ്ങി. കഴിഞ്ഞ 10 വർഷം പാർലമെന്റിൽ അപൂർവമായി മാത്രം വന്നിരുന്ന മോദി തിങ്കളാഴ്ച ഏതാണ്ട് മുഴുവൻ സമയവും ലോക്സഭയിൽ ഉണ്ടായിരുന്നു. ജനം ബി.ജെ.പിക്ക് നൽകിയ ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്നാണതെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. പ്രതിപക്ഷ ഭരണപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട സ്പീക്കർ ഓം ബിർള പ്രധാനമന്ത്രിയുടെ മുന്നിൽ മുട്ടിലിഴയുന്ന ആളാണെന്ന് വരുത്തി തീർക്കാൻ രാഹുൽ ശ്രമിച്ചു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. സ്പീക്കറെ അഭിനന്ദിക്കാനെത്തിയ രാഹുലിന് മുന്നിൽ നിവർന്നു നിന്നാണ് ഹസ്തദാനം ചെയ്തത്. പ്രധാനമന്ത്രി എത്തിയപ്പോൾ സാഷ്ടാംഗം പ്രണമിക്കുകയായിരുന്നു സ്പീക്കർ ചെയ്തത്. രാഹുൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ അതിന്റെ ചിത്രങ്ങൾ വൈറലായി. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താൻ ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്ന് രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ രാഹുലിന് സാധിച്ചിട്ടുണ്ട്. അയോധ്യയിൽ ബി.ജെ.പി എന്തുകൊണ്ട് തോറ്റു എന്ന വിഷയം മുഖ്യധാരാ മാധ്യമങ്ങൾ മൂടിവെച്ചിരിക്കുകയാണ്. രാഹുൽ അത് തുറന്നുവിട്ടു. അവിടെ മത്സരിക്കാൻ മോദി രഹസ്യ സർവേ നടത്തി. പരാജയപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് വീണ്ടും വാരണാസിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. എന്തുകൊണ്ട് മോദി അയോധ്യയിൽ മത്സരിച്ചാൽ പരാജയപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ശ്രദ്ധേയം. രാമക്ഷേത്രത്തോടനുബന്ധിച്ച് നിർമ്മിച്ച വിമാനത്താവളത്തിനായി ആളുകളെ നിർബന്ധിതമായി കുടിയൊഴിപ്പിച്ചു. അവർക്കൊന്നും വേണ്ട നഷ്ടപരിഹാരം നൽകിയില്ല. തൊട്ടു പിന്നാലെയാണ് 14 കിലോമീറ്റർ രാമപാത നിർമ്മിച്ചത്. അതിനിരുവശത്തുമായി താമസിച്ചിരുന്ന ആയിരങ്ങളെ കുടിയൊഴിപ്പിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ ബുൾഡോസറുകളിൽ ഞെരിഞ്ഞമർന്നു. പരാതി പറയാൻ ചെന്ന നാട്ടുകാരെ മുൻ MP ലല്ലു സിംഗ് ഓടിച്ചു. ഇതൊക്കെ സഹിക്കാം. ക്ഷേത്ര ഉദ്ഘാടനത്തിന് നാട്ടുകാരെ ക്ഷണിച്ചില്ല. ഇക്കാര്യങ്ങളൊക്കെ തുറന്നടിക്കാൻ രാഹുലിന് കഴിഞ്ഞു. രാഹുൽ ശരിക്കും അയോധ്യക്കാരുടെ നാവായി മാറി. ബി.ജെ.പിയുടെ ഹിന്ദു സ്നേഹം വെറും കാപട്യമാണെന്ന് തുറന്നു കാട്ടാനായെന്നും പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു. ബി.ജെ.പിയെ പ്രതിരോധിക്കാൻ സഖ്യകക്ഷികൾ ആരും മുന്നോട്ട് വന്നില്ല എന്നതും ശ്രദ്ധേയമായി. ഹിന്ദുക്കൾ എന്ന ലേബലൊട്ടിച്ചാണ് സംഘ് പരിവാരും അവരുടെ മറ്റ് സംഘടനകളും ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലം രാജ്യത്ത് നടന്ന എല്ലാ ഹിംസകളും രാഹുൽ ഗാന്ധി തുറന്നുകാട്ടി. മോദി ശ്രീരാമന്റെ പ്രതിനിധിയാണെന്ന് ട്രഷറി ബെഞ്ചിൽ നിന്ന് പലരും വിളിച്ചു പറഞ്ഞപ്പോൾ അതാണ് അയോധ്യക്കാർ തന്നത് എന്ന് മാത്രമാണ് രാഹുൽ മറുപടി നൽകിയത്. ദൈവത്തിന്റെ പേരിൽ ഒരു നാട് മുഴുവനും കുളം തോണ്ടിയിരിക്കുകയാണ് മോദി സർക്കാർ. ആ ക്ഷേത്രത്തിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ 1800 കോടി മുടക്കി നിർമ്മിച്ച ക്ഷേത്രം പണി പൂർത്തിയാകും മുൻപ് തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് ഉദ്ഘാടനം നടത്തി. അതിപ്പോൾ ചോർന്നൊലിക്കുകയാണ്. ഇതാണോ ശ്രീരാമന്റെ പ്രതിനിധി ചെയ്യേണ്ടത് എന്ന രീതിയിൽ ബി.ജെ.പിക്കും RSSനുമെതിരെ രാഹുൽ ആഞ്ഞടിച്ചതോടെ ആ പരാമർശങ്ങൾ രേഖയിൽ നിന്ന് നീക്കാൻ സ്പീക്കർ തയ്യാറായി. അല്ലെങ്കിൽ അത് ചരിത്രത്തിലെ വലിയ നാണക്കേടുകളിലൊന്നായി മാറുമെന്ന് ബി.ജെ.പിക്ക് അറിയാം. പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും പക്ഷപാതപരമായി പ്രവർത്തിക്കുന്ന സ്പീക്കറായി മാത്രമേ ഓം ബിർളയെ വിലയിരുത്താനാകൂവെന്നാണ് പ്രതിപക്ഷ വിമർശനം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കുന്നതിനെ എതിർത്ത 148 MP-മാരെയാണ് അദ്ദേഹം സസ്പെൻഡ് ചെയ്തത്. ജനാധിപത്യം കശാപ്പ് ചെയ്യുകയായിരുന്നെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തിയിരുന്നത്. ശ്രീരാമന് പകരം ശിവനെയാണ് രാഹുൽ പാർലമെന്റിൽ ഉയർത്തിപ്പിടിച്ചത്. അതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ശ്രീരാമൻ ക്ഷത്രിയനാണെങ്കിൽ ശിവൻ ചണ്ടാളനാണ്. ആ ശിവനെ ഉയർത്തിപ്പിടിച്ചതിലൂടെ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്കൊപ്പമാണ് പ്രതിപക്ഷമെന്ന് അടിവരയിടുകയാണ് രാഹുൽ ചെയ്തത്. അതോടൊപ്പം മറ്റ് മതചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ഈ സന്ദേശം രാജ്യം മുഴുവനും കണ്ടുകഴിഞ്ഞു. ബി.ജെ.പിക്ക് ഇതിലും വലിയ പ്രഹരം ഇനി കിട്ടാനില്ലെന്ന് വിലയിരുത്തുന്നവരുണ്ട്.